ബാക്ക് ബെഞ്ചിലായിരുന്നു എൻ്റെ പൊസിഷൻ. വന്ന് എന്നെ ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴേ എനിക്ക് എൻ്റെ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലേക്ക് വന്നൊരു മോട്ടിവേഷൻസ് ഇവിടെ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു 20 ലീഡർ ഈ ഒരു ക്ലബിലേക്ക് ഉണ്ടായിരുന്നു. അതിലൊരാളാണ്. പിന്നെ കേരള, തമിഴ്നാട്, കർണാടകയിൽ നമ്പർ 1 വിന്നറായിട്ട് എത്താനായിട്ട് ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പിന് 100 CR എബോ 1 മില്യൺ എബോ നിൽക്കുന്ന ഒരു സമയത്ത് പറയുവാനുള്ള ഏറ്റവും വലിയ ഹിസ്റ്ററി ഇതാണ്. നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓണ്ടർപ്രണറാണ്. നമ്മളിന്ന് മീറ്റ് ചെയ്യാൻ പോകുന്ന ഓണ്ടർപ്രണർ മിസ്റ്റർ ജോസ് ഞാവളിക്കുന്നൻ, ദി ഫൗണ്ടർ ഓഫ് ഞാവളിക്കുന്നൻ ഗ്രൂപ്പ്. Yes, the 1 billion turnover company. Berkman Institute of Management Studies present. ഞങ്ങൾക്ക് സാറിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സാർ ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പുള്ള ഈ സ്ഥാപനം 1 ബില്യൺ മേൽ ടേൺ ഓവർ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യവും സാർ അനുഭവിക്കേണ്ട വന്ന ചില ചാലഞ്ചസിനെ പറ്റി ഒന്ന് ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായിട്ടും ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പ് 1995 മെയ് 1-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരുപാട് ഹിസ്റ്ററികൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. കാരണം ഞാൻ മറ്റൊരു കമ്പനിയിൽ 4 വർഷത്തോളം മാനേജറായി ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നുണ്ടായ എൻ്റെ ഒരു ബ്രദറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ചു പോയി. ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് എനിക്ക് ബിസിനസ് സംരംഭകനാകാനുള്ള തുടക്കം. അപ്പം അതിൻ്റെ ശേഷം ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ഏറ്റവും ഒരു ബിസിനസ് സംരംഭത്തിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലായ ഫണ്ട് എൻ്റെ കയ്യിലില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ. എന്നിരുന്നാലും എൻ്റെ കയ്യിൽ ബാലൻസ് ഒരു 30,000 rupees ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാനൊരു സംരംഭകനായിട്ട് മാർക്കറ്റിലേക്ക് വന്നു. അപ്പം എനിക്ക് ഒരു ലേബറെ വെച്ചിട്ട് സാലറി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ സിസ്റ്ററിനെ ഡിഗ്രി കഴിഞ്ഞ് 1 സമയമായിരുന്നു. അപ്പോൾ അവളെ ഞാൻ ഓഫീസിലേക്ക് ആക്കി. സിസ്റ്ററിൻ്റെ പേര് ഡോളി എന്നാണ്. അപ്പം അതിനുശേഷം ഞാൻ മാർക്കറ്റിലേക്ക് പോയി. കാരണം സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് ഹോൾസെയിൽ ഡിവിഷൻ മാത്രമേ ഉണ്ടായിരുന്നു, കുറച്ച് മെറ്റീരിയൽസേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ മാർക്കറ്റിൽ പോയി ഓർഡർ എടുത്ത് ഞാൻ തന്നെ അതുകൂടെ വന്ന് ബില്ലാക്കി ഞാൻ തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തപ്പോൾ സ്റ്റാഫായി, 2 സ്റ്റാഫായി. അങ്ങനെ ഇന്നീ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തണമായിട്ട് കുറേ സമയങ്ങളെടുത്തു. അപ്പോൾ എനിക്ക് അടുത്ത വന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്പേസ് ഇല്ല. കാരണം 300 സ്ക്വയർ ഫീറ്റിലാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞാനൊരു 300 സ്ക്വയർ ഫീറ്റോട് ആടിയ 400 സ്ക്വയർ ഫീറ്റിലേക്കായി. എൻ്റെ ആദ്യത്തെ ബ്രാൻഡായിട്ട് ഞാൻ ബഡ്ജറ്റ് പെയിൻസിൻ്റെ ഡീലർഷിപ്പ് എടുത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 2001-2002 കാലഘട്ടത്തിലാണ് ഞാൻ പെയിൻറ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ലോൺ എടുത്ത്, രണ്ടാമത്തെ ഈ 20 lakhs. ഇതിനിടയ്ക്ക് ഞാൻ പലരോടും ഫണ്ട് വായ്പ വാങ്ങിച്ച് ക്രെഡിറ്റായിട്ട് ലെറ്റായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്ത സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടി. ഞാൻ ഗ്രാജുവലി പെയിൻറ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഹോൾസെയിൽ കൊണ്ട് മാത്രം പെയിൻസിൽ ഒരു മിനിമം ഗ്രോത്തിൽ നിന്ന് എബോവ് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്തു.
ആദ്യമേ തന്നെ പാലാ പൈക റോഡിൽ തന്നെ നമ്മൾ പൈക ഞാവളിക്കുന്നൽ പെയിൻസ് എന്ന പേരിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പാലായിലെ ഹൗസ് ഓഫ് പെയിൻസ് എന്ന രീതിയിൽ ഒരു പെയിന്റ് ഷോപ്പ്, ഞാവളിക്കുന്നൽ ഹൗസ് ഓഫ് പെയിൻസ് രീതിയിൽ പെയിന്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കൂടെ പഠിച്ച ഒരു ക്ലാസ്മേറ്റിനോട് കൂടി ചേർന്ന് പള്ളിക്കത്തോട് ഹൗസ് ഓഫ് പെയിൻസ് പള്ളിക്കത്തോട് എന്ന പേരിൽ നമ്മളൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. തുടർന്ന് ചേർപ്പുന്നിൽ എൻ്റെ ഒരു ഫ്രണ്ട് നടത്തിയിരുന്ന ഷോപ്പ് ടേക്ക് ഓവർ ചെയ്തു. മരിയ ഹൗസ് ഓഫ് പെയിൻസിൻ്റെ പേരിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം തൊടുപുഴയിൽ നമുക്ക് ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടൊരു ബിസിനസ് സ്ഥാപനം വേണമെന്നുള്ളൊരു ചിന്തഗതി വന്നു. വീടുകളെല്ലാം പെയിന്റ് ചെയ്യുന്നതിനകത്ത് ഫാമിലിക്ക് ഭയങ്കര ഇൻവോൾവ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻവോൾവ് മനസ്സിലാക്കിക്കൊണ്ട് ഫാമിലി കളർ സോൺ എന്ന പേരിൽ തൊടുപുഴയിൽ നമ്മൾ നല്ലൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എല്ലാ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്ത് കളർ ആൻഡ് സ്റ്റൈല്, അതായത് പുതിയ രീതിയിലുള്ള കളർ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും, വീടിൻ്റെ പെയിന്റുകൾ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നത് മനസ്സിലാക്കി ഞാനും എൻ്റെ മോനും കൂടി കളർ ആൻഡ് സ്റ്റൈൽ എന്ന രീതിയിൽ കുറവിലങ്ങാട് എല്ലാ മൾട്ടി ബ്രാൻഡോടുകൂടി ഒരു ഷോറൂം നടത്തുമായിരുന്നു. അങ്ങനെ ചെറിയ രീതിയിൽ നിന്നും ഈ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റിയതിന് പിന്നീട് കുറേയേറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സ്റ്റാഫുകളുടെ സപ്പോർട്ടാണ്. കാരണം നല്ലൊരു സ്ട്രോങ് ബോൺ സ്റ്റാഫ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക സ്ട്രോങ് ബോണായിട്ട് നമുക്ക് പറയാനുള്ള വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായ പങ്ക് വഹിച്ചത് 100 CR എബോ 1 മില്യൺ എബോ നിൽക്കുന്ന ഒരു സമയത്ത് പറയുവാനുള്ള ഏറ്റവും വലിയ ഹിസ്റ്ററി ഇതാണ്. കാരണം നല്ല എഫേർട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഗ്രൂപ്പ് പല സ്ഥലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നു. തീർച്ചയായിട്ടും ഞാൻ എല്ലാ ബിസിനസ് സംരംഭകരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം എൻ്റെ അടുത്ത് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പലരും വരും. നമ്മളൊരു എസ്റ്റാബ്ലിഷ് ഒരു ഷോപ്പ് തുടങ്ങാനായിട്ട് ആർക്കൊക്കെ പറ്റും. അത് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യം. ഒരു സ്റ്റോപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റോപ്പിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കരമേറിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. 2 ഷോപ്പ് ചെയ്ത ഒരാൾക്ക് 4 5 ഷോപ്പ് ചെയ്യാൻ പറ്റും. കാരണം രണ്ടാമതൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ സിസ്റ്റം ബിൽഡ് ചെയ്യും. മനസ്സിലായി? നമ്മളെങ്ങനെ മാനേജ് ചെയ്യും, ടോക്കനായി മാനേജ് ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളെങ്ങനെ മാനേജ് ചെയ്യും. അപ്പം അതിന് നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യണം. ആ സിസ്റ്റത്തിലേക്ക് നമ്മുടെ എംപ്ലോയീസിനെ കൊണ്ടുവരണം. സിസ്റ്റമാണ് നമുക്ക് എല്ലാ റിപ്പോർട്ടും തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിലും ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ക്യാമറയിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ കൗണ്ടറിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൗണ്ടറിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വരെ എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ പറ്റും. കാരണം നമ്മുടെ ഇന്നത്തെ ടെക്നോളജി വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കടയിൽ എന്ത് നടക്കുന്നു, എത്ര, അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ സെയിൽസ് എല്ലാം നടക്കുന്നത്. അപ്പം കംപ്ലീറ്റ് സെയിൽസ് റിപ്പോർട്ടുകൾ എനിക്ക് അപ്പം എൻ്റെ ലാപ്ടോപ്പിൽ കിട്ടുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം അതുകൊണ്ട് എത്ര സിസ്റ്റങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ ഞാൻ പഠിച്ചിരിക്കുന്ന മുഴുവൻ നമ്മുടെ മുതിർന്ന മെറ്റ് ചെയ്തിരിക്കുന്ന ചിറ്റിലപ്പള്ളി ഇങ്ങനെയുള്ള ആൾക്കാരെ പോലെ അല്ലെങ്കിൽ യൂസഫിൽ പോലെ ഒരുപാട് എസ്റ്റാബ്ലിഷ് ബിസിനസ് നടത്തിയ ആൾക്കാരെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർ എങ്ങനെയാണ് മാനേജ് ചെയ്തിരിക്കുന്നത് എപ്പോഴും അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അവരുടെ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ഒരു ഇൻട്രാക്ഷനിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ചെയ്യുന്നതിന് ലിമിറ്റുണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരു 13 yearsൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൂടെ ഞാൻ 7 years ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷന് ഒരുപാട് കാര്യങ്ങൾ അഡീഷണലായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ മറ്റ് പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ സെയിൽസ് ചെയ്യാമെന്ന് അറിയും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് എടുത്ത് ആ എംപ്ലോയീസിലൂടെയാണ് നമുക്ക് നമ്മുടെ ഈ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചത്. സർ, ഞാവളിക്കുന്ന ഗ്രൂപ്പ് വിജയകരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് കാരണമായിട്ട് ഉണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് എന്താണെന്ന് സാറിന് വ്യക്തമാക്കാം. തീർച്ചയായിട്ടും ഞാവളിക്കുന്ന ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. ആദ്യമേ എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഗുരുഭൂതനാണ് ഒരാൾ. അപ്പോൾ എൻ്റെ മാഗസിനിലൊക്കെ ബ്ലെസ്സിംഗ് സെറമണി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഫാദർ തോമസ് വരയ്ക്കരുന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണമില്ലാഞ്ഞിട്ട് ലോകത്തിൽ ഒരു നല്ല കാര്യവും നടക്കാതെ പോയിട്ടില്ല. അവർ വേർഡ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ 1-2 ബൈബിൾ വേർഡ്സുകൾ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ലൈഫിൽ 2-3 ടേണിംഗ് പോയിന്റുകൾ വരും. ഈ ടേണിംഗ് പോയിന്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. ഞാനൊരു കമ്പനിയുടെ MD ആവുന്നതിനെ കുറിച്ച് ചിന്തിച്ചു, വാഹനങ്ങൾ വരുന്നതിനെ കുറിച്ച് ചിന്തിച്ചു, വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ഇന്ന് നമ്മളിതെല്ലാം യാഥാർത്ഥ്യമായി നിൽക്കുന്ന നിരവധി വാഹനങ്ങളായി. എനിക്ക് 2 വീലർ ഉൾപ്പെടെ 10-20 വാഹനങ്ങൾ ഇപ്പോൾ എൻ്റെ പേര് രജിസ്ട്രേഷനുണ്ട്. അതുപോലെ തന്നെ എനിക്ക് 35ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കവർ ചെയ്യുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ബിഗിനിങ്ങിലുണ്ടായ ഒരു സിമ്പിളായിട്ട് തമാശകരമെന്ന് തോന്നാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ സാറിന്റെ ഒരു ഓണ്ടർപ്രണറിയൽ ജേർണിയിൽ ലൈക്ക്
ബർജർ പെയിൻസ്, ഏഷ്യൻ പെയിൻസ് തുടങ്ങിയ നിരവധി ബ്രാൻഡുകളുടെ ടോപ്പ് പൊസിഷനിൽ സാർ എത്തിയതായിട്ടും ഒരുപാട് അവാർഡുകൾ റിസീവ് ചെയ്തതായിട്ടും ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ലൈക്ക് കേരള, കർണാടക, തമിഴ്നാട് റീജിയനിലെ ടോപ്പ് സെല്ലർ ആയതിന്റെ അവാർഡുകളും യുഎസിൽ നിന്നൊക്കെ അവാർഡ് ലഭിച്ചതിനെ പറ്റി ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അതിനെപ്പറ്റിയൊക്കെ സാറിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പ് ഇന്നത്തെ ഒരു പൊസിഷൻ പറയുകയാണെങ്കിൽ ഇത് കുറേ കാലങ്ങൾ കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. ഞാൻ ആദ്യം ഈ പറഞ്ഞ ഫോറിൻ ട്രിപ്പിന് 2011 ക്വാളിഫൈ ചെയ്തപ്പോൾ ഏറ്റവും ബാക്ക് ബെഞ്ചിലായിരുന്നു എൻ്റെ പൊസിഷൻ. അപ്പോൾ അന്ന് എന്നെ ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴേ എനിക്ക് എൻ്റെ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിലേക്ക് വന്നൊരു മോട്ടിവേഷൻസ് ഉണ്ടായി. ആ മോട്ടിവേഷനിലൂടെ ഞാൻ കടന്നുപോയി ഇന്നത്തെ ഒരു പൊസിഷനിലുള്ള അവാർഡുകൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഏഷ്യൻ പെയിൻസിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനുള്ള SPM ക്ലബിലാണ് ഇന്നിപ്പോൾ ഞാൻ റൺ ചെയ്യുന്നത്. സൂപ്പർ പ്രീമിയം ക്ലബ്ബ് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ഏകദേശം 20 ഡീലർ ഈ ഒരു ക്ലബിലേക്ക് ഉണ്ടായിരുന്നു. അതിലൊരാളാണ്. ബർജർ പെയിൻസ് എന്ന സെക്കൻഡ് കേരളത്തിലെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബിഗസ്റ്റ് കമ്പനിയാണ് ബർജർ പെയിൻസ്. ആ കമ്പനിയിൽ കഴിഞ്ഞ വർഷം വരെ കേരള നമ്പർ 1 പൊസിഷനിൽ ഞാൻ ഗ്രൂപ്പ് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ഇന്ന് ഈ അടുത്തിടയിൽ മുംബൈയിൽ വെച്ചിട്ട് MDയിൽ നിന്നും ലക്ഷറി കാറ്റഗറി മെഷീൻ്റെ സൗത്ത് റീജിയണിൽ കേരള, തമിഴ്നാട്, കർണാടകയിൽ നമ്പർ 1 വിന്നറായിട്ട് എത്താനായിട്ട് ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. അതിന് MDയിൽ നിന്നും ഈ കഴിഞ്ഞ 2 ആഴ്ചയിൽ മുന്നിൽ അവാർഡുകൾ ഏറ്റുവാങ്ങി. അതുപോലെ കൻസായി നെർലാക്ക് ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ 3rd പൊസിഷനിലുള്ള ഒരു പെയിന്റ് ഇൻഡസ്ട്രിയാണ് കൻസായി നെർലാക്ക്. കൻസായി നെർലാക്കിൽ നേരത്തെ നമ്മൾ റീജിയണൽ വിന്നറായിരുന്നു. ഇന്ന് ഇപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് നമ്പർ 1 പൊസിഷൻ കൻസായി പെയിൻസിൽ നിൽക്കുന്നു. അടുത്ത ഒരു ഡീലിംഗ് കമ്പനിയാണ് SD പെയിൻസ്. SD പെയിൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡസ്ട്രിയൽ പെയിന്റ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഡെക്കറേറ്റീവിനൊപ്പം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. വണ്ടിയുടെ പെയിന്റുകളൊക്കെ ചെയ്യുന്ന SD പെയിൻസ് ആണ്. ആ SD പെയിൻസിൽ ഇന്ന് കേരളത്തിലെ 2nd പൊസിഷനാണ് ഞാൻ അവിടെ തന്നെ ഗ്രൂപ്പ്. മറ്റ് MRF, അതുപോലെ നിപ്പോണ്, അത് ഇൻഡിഗോ, ഇങ്ങനെ ലീഡിംഗ് ആയിട്ടുള്ള പെയിന്റ് ഇൻഡസ്ട്രികളിലെല്ലാം നമ്മളൊരു ടോപ്പ് 10 പൊസിഷനിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് പൊസിഷനുള്ള ഒരു പെയിന്റ് ഇൻഡസ്ട്രിയിൽ എന്ന് ഞാൻ പറയാം ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സർ, ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പിന്റെ ഫ്യൂച്ചർ വിഷൻസ് ആൻഡ് പ്ലാൻസിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, പെയിന്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്പർ 1 പൊസിഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഇനിയുള്ളത് എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് മറ്റ് ഫീൽഡുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ആശീർവാദ് പൈപ്പ്സ് ആൻഡ് സാനിറ്ററി ലെവലിലേക്ക് ഉള്ള ചൂടുവയ്പ്പാണ് എൻ്റെ സാനിറ്ററി ലെവലിലേക്ക് ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഇതിന് മാക്സിമം ലെവലായി. ഏറ്റവും കൂടുതൽ ഹെൽത്തി കോമ്പറ്റീഷൻ ഇന്ന് പെയിന്റ് ഇൻഡസ്ട്രിയിലായി. കാരണം കമ്പനികൾ തമ്മിൽ മത്സരിക്കുന്നു, ഡീലർമാർ തമ്മിൽ മത്സരിക്കുന്നു. അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡായിട്ട് ഇന്ന് പെയിന്റ് ഇൻഡസ്ട്രി മാറി. എന്നിരുന്നാലും നമ്മളവിടെ ടോപ്പ് പൊസിഷൻ തന്നെ നിൽക്കും. ഇനി നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സാനിറ്ററി, PVC, പ്ലംബിംഗിലേക്ക്. സാർ ഇപ്പോൾ ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പിന്റെ ഒരു ഫ്യൂച്ചർ വിഷനെ പറ്റി പറഞ്ഞല്ലോ. എനിഗ്മ ആൻഡ് സൂപ്പർ പ്ലസ്, അങ്ങനെ 2 ബ്രാൻഡുകൾ സാർ ഓൺ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അതിനെപ്പറ്റി ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ പ്രൈവറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു ഡീലർക്ക് ഒരു ബ്രാൻഡ് കൊടുത്താൽ അത് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് കമ്പനികൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഒരാൾക്ക് പ്രൈവറ്റ് ബ്രാൻഡ് കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇൻഡിഗോ പെയിൻസ് ടേക്ക് ഓവർ ചെയ്ത HBC പെയിൻസ് എന്നൊരു പെയിൻസ് കമ്പനി ഉണ്ടായിരുന്നു. കേരളത്തിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഒമാൻ സബ്സിഡറി കമ്പനിയായിരുന്നു. അപ്പം അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ MD ആയ നാരായണൻകുട്ടി സാർ അത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ മാർക്കറ്റിംഗ് എന്നെ ഏൽപ്പിച്ചിട്ട് CNF എന്ന രീതിയിൽ. അതിനുശേഷം ഞാൻ നല്ല രീതിയിൽ ഇടുക്കിയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ എനിക്ക് മാർക്കറ്റ് ചെയ്യുന്നത് തന്നു. അങ്ങനെ ആ കമ്പനി ഏകദേശം നല്ലൊരു എമൗണ്ട് ഇൻഡിഗോ പെയിൻസിലേക്ക് മെർജ് ചെയ്യുകയും ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടിട്ട് ഇൻഡിഗോ പെയിൻസിൻ്റെ MD ബഹുമാനപ്പെട്ട ഹേമന്ത് ജലാൻ SBCയുടെ MD നാരായണൻകുട്ടി സാറുമായി ഡിസ്കസ് ചെയ്തിട്ട് ഇൻഡിഗോ എനിഗ്മ എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ബ്രാൻഡ് എനിക്ക് സാധിച്ചു തരികയുണ്ടായി. ദെൻ SD പെയിൻസ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു 2nd പൊസിഷനിലാണ് ഇന്ന് കേരളത്തിൽ. അത് ശരത് സാർ എന്നാണ് ആളാണ്. 3 MDമാർ ഒരാൾ, അദ്ദേഹമാണ് സെയിൽസ് നോക്കുന്നത്. അദ്ദേഹവുമായി സംസാരിച്ച് ഞങ്ങളൊരു ഗോൾഡൻ പെയിൻസ് എന്നൊരു പേരിൽ ഒരു ഫെയർ തന്നെ ക്രിയേറ്റ് ചെയ്യുക. എന്നോടൊപ്പം 4 ഡീലർമാർ, എന്നോട് സെൻറ്റ് ജോർജ്, കാഞ്ഞിരപ്പള്ളി, മാവേലിത്തുരുത്ത്, ചങ്ങനാശ്ശേരി, ഷീബ, പന്തളം, അതുപോലെ തന്നെ ഞാൻ വിളിക്കുന്ന ഗ്രൂപ്പിൽ 4 ടീം അസോസിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഗോൾഡൻ പെയിൻസ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിക്കുകയും അതിലൂടെ ഗോൾഡൻ പ്ലസ് എന്ന് പറയുന്ന രീതിയിൽ എല്ലാ കാറ്റഗറികളും ലക്ഷറി മെഷീൻ, പ്രീമിയം മെഷീൻ, വാട്ടർ പ്രൂഫിംഗ് സെഗ്മെന്റ്, ടാർപ്പൻ, പെയിന്റിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും മാർക്കറ്റ് ചെയ്യാൻ ഗോൾഡൻ പ്ലസ് എന്ന ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. സാർ, നമ്മുടെ ഇടയിൽ തന്നെ കുറേ ആളുകൾക്കുള്ള ഒരു ആഗ്രഹമാണ് ഒരു ഓണ്ടർപ്രണർ ആവുക. സാർ ഒരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ എന്ന നിലയിൽ
അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? നല്ലൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചോദിച്ചത്. കാരണം ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ സ്റ്റോറികളൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഏതൊരു എൻ്റർപ്രണർ പുതിയതായിട്ട് വന്നാലും ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അത് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. ചിലർ വേണ്ടായെന്ന് വെച്ചിട്ടുണ്ട് ഈ ബിസിനസ്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ട ചില 2 മണിക്കൂറോളം ഇൻട്രാക്ഷൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ചെയ്ത സക്സസ് ആവില്ല. ഒരുപാട് പേര് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫെയിലായത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ചെറുതായി തുടങ്ങി സക്സസ് ആയ ഒരുപാട് പേര് എനിക്ക് 30 വർഷത്തിനുള്ളിൽ കാണാൻ സാധിച്ചു. അപ്പം ഇതിൽ നിന്ന് എനിക്ക് ഇവരോടെല്ലാം ഞാൻ പറയാനുള്ളത്, ഞാൻ ആദ്യം ബിസിനസ് ചെയ്തപ്പോൾ എനിക്കൊരു ഉപജീവന മാർഗ്ഗമായിരുന്നു ബിസിനസ്. കാരണം എനിക്ക് ജീവിക്കണം, എനിക്കതിന് ഏണിങ് വേണം, എനിക്കൊരു കല്യാണം കഴിക്കണം, അതിന് വേണ്ടി നമുക്ക് നമ്മുടെ ചെലവിനുള്ള ഏണിങ്സ് ഉണ്ടാക്കണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുശേഷം ഇന്ന് വരുന്ന ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എസ്റ്റാബ്ലിഷ് ആയി 2015 കാലഘട്ടമായപ്പം മാർക്കറ്റിൽ ഇഷ്യൂസായി. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിമാൻഡ് ഹൈയും സപ്ലൈസ് കുറവായിരുന്നു മാർക്കറ്റിൽ. ഇപ്പം നേരെ തിരിഞ്ഞ് സപ്ലൈസ് കൂടുതലും ഡിമാൻഡ് കുറയുകയും ചെയ്തു. അപ്പം ബിസിനസ് പഠിച്ചില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കി കണ്ടപ്പോൾ ബിസിനസ് പഠിക്കണം. അപ്പം ഞാൻ പിന്നീട് ട്രെയിനിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, സ്റ്റാഫുകളെ ട്രെയിൻ ചെയ്തു. അങ്ങനെ എല്ലാ വർഷവും ഞാൻ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ തുടങ്ങി. നമ്മളോടൊപ്പം നിൽക്കുന്ന ഏകദേശം 600ഓളം ഡീലർമാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നല്ല ട്രെയിനേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ട്രെയിനിങ് നടത്താറുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ടീം അംഗങ്ങളെയും നമ്മൾ ഒറ്റ ചരടി കോർത്ത് നിർത്തണം. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗ്രോ ചെയ്യും. ബിസിനസ്സിൽ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതൊക്കെ പൊസിഷനിലാണ് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ്, എൻ്റെ കോമ്പറ്റീറ്ററൊക്കെ ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഇന്ന് ഇത് പഠിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ സക്സസ് എന്ന് പറയും. എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും, പക്ഷെ സക്സസ് ആകാൻ എല്ലാവരെയും ഒന്നും പറ്റില്ല. വരും തലമുറ ആർക്കും ബിസിനസ് ചെയ്യാൻ ഇന്നും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്ത് ബിസിനസ് ചെയ്യണം എന്ന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ആ ബിസിനസ്സിൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഉണ്ടെന്ന് നമ്മൾ പഠിക്കണം. അതിൽ എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് നോക്കണം. ഇന്ന് വലിയ വലിയ കമ്പനിയൊക്കെ ഇത് ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ടെന്ന് നോക്കണം. അതിൽ എനിക്ക് എത്ര കിട്ടും എന്ന് സ്റ്റഡി ചെയ്യണം. അതിന് ഉള്ള പൊട്ടൻഷ്യൽ എനിക്കുണ്ടോ സ്റ്റഡി ചെയ്യണം. ഇതേപോലെയാണ് നമുക്ക് ബിസിനസ് മാർക്കറ്റിലുണ്ടോ ഓപ്പർച്യൂണിറ്റി, അത് എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തുന്ന സംരംഭകരെല്ലാം 100% വിജയിക്കും. ഹായ്, ഇത് സുഭാഷ്. ഞാൻ ഗ്രൂപ്പിൽ മാനേജറെ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ ഈ കമ്പനിയോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു സെയിൽസ് ടീമിനെയാണ് ഞാൻ ഇവിടെ കിട്ടിയിരിക്കുന്നത്. സെയിൽസ് ടീം അതുപോലെ തന്നെ എല്ലാ സെക്ഷനിലുള്ള ആൾക്കാരും നല്ലൊരു ഗ്രോത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല സർവീസ് കൊടുക്കാനാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വിജയമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ കമ്പനിയോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. ഞാൻ ഈ ഞാവളിക്കുന്ന ബിസിനസ്സിന്റെ HR മാനേജറാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് 7 വർഷമായി. 8 വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നു. ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ പ്രവർത്തനങ്ങളാണെങ്കിലും വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഈ വർഷം ഓണാഘോഷമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. പെയിൻറ്റർമാരും അവരുടെ ഫാമിലി പിന്നെ ബർജർ പെയിൻറ്റ്സ് ഒന്നിച്ചാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. ഇപ്പം നമ്മുടെ